മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നെക്ക് ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് ഈ ക്ലോത്തിലേക്ക് വെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്യാൻവാസ് നമ്മൾ രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ്. നെക്കിൻ്റെ വീതി ഞാനിപ്പോൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം 1 ഇഞ്ച് വീണ്ടും അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതിപ്പം ഡിസൈൻ ചെയ്യുമ്പോൾ 2 ക്യാൻവാസിൻ്റെ ഒരു ലെയറുകളായിട്ടാണ് വരുന്നത്. നമുക്ക് മുന്നോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 3.5 ഇഞ്ചിന് ശേഷം 1 ഇഞ്ച് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്തില്ല, അതാണ് ആദ്യം നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്ന 5 ഇഞ്ച് ലെങ്ത്തിലോട്ട് കേട്ടോ. ഒന്നുകൂടി ക്ലിയർ ആകാൻ മുകളിൽ കൂടി വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇവിടെ നമ്മളൊരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ ആ കോർണറിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഒരു നെക്കും കൂടി വരും കേട്ടോ. നെക്ക് മീൻസ് ഒരു ലെയറും കൂടി വരും. അപ്പോൾ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു സെൻറ്ററിൽ നിന്ന്. അതിനുശേഷം താഴേക്ക് നമ്മൾ ആ ലെങ്ത്ത് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അവിടേക്ക് ഇതുപോലെ കോൺ പോലെ വി പോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതിൻ്റെ പുറത്തേക്ക് 1 ഇഞ്ച് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് ഔട്ടർ ലെയറായിട്ട് നെക്കിൻ്റെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് വീണ്ടും ഒരു ലെയറും കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ വീണ്ടും വരച്ചു കൊടുത്തു. സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ നെക്കിൻ്റെ വീതിയേക്കാളും നെക്കിൻ്റെ വീതി ഇവിടെ നമ്മൾ 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിനേക്കാളും 1 ഇഞ്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ റൗണ്ട് ചെയ്ത് കൊടുത്തത് കണ്ടോ. ഇതാണ് 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ മാർക്കിങ് കൂടെ വീണ്ടും നമ്മൾ നെക്കിൻ്റെ കറക്റ്റ് വീതിയാണ് ഇത് വരുന്നത് കേട്ടോ. വീണ്ടും നമ്മൾ 1 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് ഇതുപോലെ മാറ്റിയിട്ട് അടിയിലെ ലെയറിൽ നമ്മൾ 1/2 ഇഞ്ചാണ് മാറ്റിയത്. മുകളിലെ ലെയറിൽ 1 ഇഞ്ച് മാറ്റിയതിന് ശേഷം അതും ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കിത് കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. നമുക്കത് മുന്നോട്ട് വരും തോറും നല്ല ഈസി ആയിട്ട് മനസ്സിലാവും. അതിനുശേഷം ഇവിടെ ഒരു കർവ് ഷേപ്പ്, ആ നെക്കിൻ്റെ അവിടെ ഒരു കർവ് ഷേപ്പ് കൊടുക്കുക. ആ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പും ലെങ്ത്തും വിഡ്ത്തും ഒക്കെ മാറിപ്പോവും. ഇനി നമ്മൾ ആ വരച്ച ലൈനിൽ കൂടി ആദ്യത്തെ ലെയർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്ത ലൈനിൽ കൂടി വീണ്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ശ്രദ്ധിച്ച് ലൈൻ മാറാതെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഇവിടെ ആ കർവ് നമ്മൾ വരച്ച പോലെ തന്നെ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അറ്റം വരെ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ഔട്ടർ ലെയറായിട്ട് നമുക്ക് വരുന്നത്. അതിനുശേഷം ഇനി ഉള്ളിലെ ലെയർ വീണ്ടും നമ്മൾ ഇതുപോലെ ആ 1 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ കർവ് ചെയ്ത് കൊടുത്തില്ലേ, അതിൽ കൂടി കട്ട് ചെയ്തെടുക്കുക. ഇത് വീണ്ടും അറ്റം വരെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 ലെയർ നമുക്ക് കിട്ടി. ഇത് നമ്മളിനി ക്ലോത്തിലേക്ക് സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പം ഏറ്റവും പുറമേയുള്ള ലെയർ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അതിനുശേഷം ഉള്ളിലേക്കാണ് കണ്ടോ ഇതേപോലെ നമുക്ക് ഈ പീസുകൾ വീണ്ടും അടുത്ത ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു ക്ലോത്തിലേക്ക് ഇതേപോലെ തന്നെ അയൺ ചെയ്ത് എടുക്കുക കേട്ടോ. ഈ 2 പീസും കണ്ടോ നമ്മൾ അയൺ ചെയ്ത് എടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അടുത്ത ഓരോ പീസും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിൽ 2 ലെയർ നമ്മൾ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട്, അപ്പോൾ ഓരോ പീസായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിലും എളുപ്പം ഇതുപോലെ ഒരു പീസ് ചതുരത്തിലെടുത്തിട്ട് നമ്മൾ മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കണ്ടോ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ കോളറൊക്കെ കട്ട് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതും ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പുറത്തത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട. അപ്പോൾ അത് രണ്ടും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡിൽ താഴെ കണ്ടോ ഇതുപോലെ ആ 1/2 ഇഞ്ച് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കട്ടിങ് വീഡിയോ ഒക്കെ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഇതിൽ നെക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
ആദ്യം നമ്മൾ പുറത്തേക്കുള്ള ആ ലെയർ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അത് സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റാക്കി വെച്ച് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് അടുത്ത ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കോർണറുകളൊക്കെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മറിച്ചിടുമ്പം ആ ഷേപ്പ് കിട്ടില്ല. അതുപോലെ ഈ റൗണ്ട് ഷേപ്പൊക്കെ കിട്ടുന്നതിന് ചെറിയ ചെറിയ കട്ടിങ് സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ ഈ തയ്യൽ തുമ്പിൽ കൂടി നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കോർണറിൽ പോയിൻറ്റുകളിലൊക്കെ ചെറിയ കട്ടിങ് കൊടുക്കുക, എങ്കിലേ നമുക്ക് തിരിച്ചിടുമ്പോൾ ആ ഷേപ്പ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഉള്ളിലേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കോർണറിൽ നമ്മളിതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ആ പോയിൻ്റ് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. സിസേഴ്സ് എന്തെങ്കിലും ഉള്ളിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കറക്റ്റാക്കി കൊടുക്കുക. ഇങ്ങനെ ഉള്ളിലേക്ക് മറിച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടോ ഈ ഷേപ്പ് കിട്ടി. ഇതാണ് പുറത്തത്തെ ലെയർ നെക്ക് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഈ ഉൾവശം മാത്രമേ ഇവിടെ മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, പുറത്തത്തെ ആ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ലൈൻ തിരിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തല തിരിച്ച് ലൈൻ വെച്ച് ആ ക്ലോത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് നമ്മൾ സാധാരണ കോളറൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാറില്ല, അതുപോലെ തന്നെയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓരോ പീസും അടുത്ത പീസും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഇവിടെയും റൗണ്ട് പോർഷൻ വരുന്നിടത്തൊക്കെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക, തിരിച്ചിടുമ്പോൾ ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. കോർണറുകളിലൊക്കെ ചെറിയ കട്ടിങ് കൊടുക്കുക 2 പീസിലും. അതിന് ശേഷം ഇനി നമുക്ക് ഇത് തിരിച്ചെടുക്കാം. കണ്ടോ, ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതിൽ കൂടി നമ്മൾ ഇതേപോലെ തിരിച്ചെടുക്കുക. തിരിച്ചതിന് ശേഷം ഈ കോർണറൊക്കെ നീറ്റാക്കി എടുക്കുക. ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. അതുപോലെ 2 പോർഷനും തിരിച്ചെടുക്കുക കേട്ടോ. അടുത്ത സൈഡ് ഇതുപോലെ തിരിച്ചെടുക്കുക. ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ പൈപ്പിങ്ങും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൈപ്പിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ പീസ് നമുക്ക് വേറെ കളർ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഡിസൈൻ തിരിച്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, കണ്ടോ, ആ നമ്മൾ ടോപ്പിൽ വേറെ തരത്തിലാണ് ഡിസൈൻ വന്നത്, അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഡിസൈൻ ഇത് തിരിച്ചാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ 1 ഇഞ്ച് ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കറക്റ്റാക്കി ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചുറ്റിലും ആ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നതിന് ആ ലൈനിൽ കൂടിയാണ് ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അടുത്ത ഈ പീസ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ടോപ്പ് പാർട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് 1 ഇഞ്ച് മാറ്റിയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. അവിടെ ഒരു വിടവായിട്ട് ഇങ്ങനെ നിൽക്കും. അതാണ് നമ്മുടെ അവിടുത്തെ ഡിസൈൻ വരുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് 2 സൈഡിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഓരോ പീസും കറക്റ്റ് ആക്കി വെച്ച് പിൻ ചെയ്ത് ആ ലൈനിൽ കൂടി തന്നെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു പൈപ്പിങ്, വൈറ്റ് കളർ പൈപ്പിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഡിസൈൻ വരുന്നത് ഒന്ന് തിരിച്ചാണ് ആ ക്ലോത്തിൽ എടുത്തിരിക്കുന്നത്. ഇനി കറക്റ്റാക്കി പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ പൈപ്പിംഗ് വെക്കാത്തവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ നെക്കൊന്ന് പതിച്ചടിക്കണം കേട്ടോ. ആദ്യത്തെ നെക്ക് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം വേണം ഈ അടുത്ത ലെയർ വെച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് വൈറ്റ് കളറാണ്. അപ്പോൾ 1 ഇഞ്ച് വീതിയിൽ ഞാൻ ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് അത് സാധാരണ നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ വരച്ച ലൈനിൽ കൂടി കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ അറ്റം എത്തുമ്പോൾ എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ അടുത്ത നെക്ക് വെച്ച് കൊടുത്തിട്ട് പതിച്ച് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ അറ്റം എത്തുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് ആ തയ്യൽ തുമ്പ് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ആദ്യം പൈപ്പിംഗ് ത്രെഡ് അടിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാനിത് വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട് അടിച്ച് എടുത്തു. അതിന് ശേഷം നമ്മുടെ മറ്റേ നെക്ക് വെച്ചിട്ട് പതിച്ച് അടിച്ചു കൊടുത്തു. അപ്പോൾ കണ്ടോ, വളരെ നീറ്റായിട്ട് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഈസി ആയിട്ട് ഈ നെക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഉൾവശം വളരെ നീറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ പ്ലെയിൻ ക്ലോത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഈ ഉള്ളിൽ വെച്ച കോളർ പോലത്തെ ആ ലെയർ നമ്മൾ വേറെ കളർ കൊടുക്കുക, അതുപോലെ പൈപ്പിംഗ് വേറെ കളറൊക്കെ കൊടുത്തിട്ട് നമുക്ക് നല്ല ഡിസൈനർ കുർത്തിയാക്കിയിട്ട് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ലെയറിൽ നമ്മൾ ഡിസൈൻ കുർത്തിയിൽ വരുന്ന ഡിസൈൻ തിരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് പോർഷന് യോജിപ്പിച്ച് സ്ലീവ് വയ്ക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, ഇതിലിപ്പോൾ നെക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഉപകാരപ്രദമായ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനി നമുക്ക് കാണാം. താങ്ക്